ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിടിലൻ ഞണ്ട് കറിയാണേ. മാർക്കറ്റിൽ പോയപ്പോൾ ഒരു വലിയ ഞണ്ടിനെ കിട്ടി. അപ്പോൾ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതേ കണ്ടല്ലോ, ഒരു വലിയ ഞണ്ടാണ്. അതിനെ കെട്ടി വെച്ചേക്കുക, ജീവനുണ്ട്. ഉണ്ടാവുക, നല്ല വലിപ്പമുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണേ. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ തൊണ്ടങ്ങോട് പൊളിച്ചെടുക്കാം. ഒരു സൈഡിൽ പിടിച്ചങ്ങോട്ട് പൊക്കിയെടുത്താൽ മതിയേ. ഇനി അതിൻ്റെ ആ സൈഡിലുള്ള ചെകള പോലെയുള്ള സാധനമൊക്കെ കളയണം. ഇനി അതിൻ്റെ സൈഡിലൊരു സാധനവും കൂടെ ഉണ്ട്, അതും കൂടെ അങ്ങനെ കളയണം. അപ്പോൾ അതേ ഞാൻ കാലെല്ലാം ഒടിച്ച് വെച്ചിട്ടുണ്ട്. ഇതുപോലെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ കിടന്ന് ഞങ്ങണ കണ്ട. അപ്പോൾ ഇതിൻ്റെ തൊണ്ടിൻ്റെ കനം കുറഞ്ഞ് തോല് ഇങ്ങനെ പൊളിഞ്ഞു പോകും ഇതിൻ്റെ. എന്നിട്ട് വരുന്ന തോലാണ് ഇത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഈ ഞണ്ടിങ്ങനെ വാങ്ങാൻ കൊള്ളൂല. ഇതിൻ്റെ ദശ മൊത്തം കണ്ടോ, ദശയൊന്നുമില്ല. ഈ തോല് കൊഴിഞ്ഞു പോകുന്നത് പോലെ തന്നെ ഇതിൻ്റെ ദശയും കൊഴിഞ്ഞു പോകുമെന്നാണ് പറയണേ. അപ്പം എനിക്കറിയില്ലായിരുന്നേ. അപ്പം ഞങ്ങളുടെ വെല്ലുമ്മയാണ് പറഞ്ഞു തന്നത് ഈ സമയത്ത് ഞണ്ട് മേടിക്കരുതെന്ന്. ഇനി ഒരു കറുത്തവാവ് കഴിയണം ഈ ഞണ്ടിൻ്റെ ഈ ദശയൊക്കെ ഇങ്ങനെ ഉറച്ച് ദശ വരാനായിട്ട്. അപ്പം ഇതിന് ഈ പൊന്നൊക്കെ നല്ല നല്ല ഓറഞ്ച് നിറാവുമെന്ന് പറഞ്ഞ്. ഇപ്പം അതേ പൊന്നൊക്കെ വരുന്നേ ഉള്ളൂ. അപ്പം ഈ സമയത്ത് ആരും ഞണ്ട് മേടിക്കരുത്. വാവൊക്കെ കഴിഞ്ഞതിന് ശേഷം, കറുത്തവാവ് കഴിഞ്ഞതിന് ശേഷമേ ഞണ്ട് മേടിക്കാവുള്ളൂ. കണ്ടോ, ഇതൊക്കെ പൊളിഞ്ഞ് നിൽക്കുമ്പോൾ തന്നെ പോണ കണ്ടോ. ഇത് അധികം കനയില്ല. ഇത് പെട്ടെന്ന് അങ്ങോട്ട് ഊർന്നു പോകും. അപ്പം ദശ വരെയും ഇതിൻ്റെ ഇങ്ങനെ ഊർന്നു പോകുമെന്നാണ് പറയണേ, വെള്ളം പോലെ. അപ്പോൾ ഈ സമയത്ത് ആരും ഞണ്ട് വാങ്ങരുത്. അപ്പം ഞങ്ങൾക്കൊരബദ്ധം പറ്റി. അപ്പോൾ പുറത്ത് ഞങ്ങളുടെ പറമ്പിൻ്റെ തൊട്ടടുത്ത പറമ്പിൽ പണി നടക്കുന്നുണ്ട്. അതിൻ്റെയാണ് ഭയങ്കര ഒച്ചയൊക്കെ കേൾക്കുന്നത്. അപ്പം ഞാൻ ഈ ഞണ്ടിൻ്റെ കഷ്ണം രണ്ടാക്കുവാണേ. ബാക്കി കാലൊക്കെ അതേപോലെ തന്നെ എടുത്തിടുവാണ്. കാലിൻ്റെ തുമ്പൊക്കെ ഞാൻ മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം ഇഞ്ചിയും കൂടെ മുറിച്ചിടണം. ചെറുതാക്കി അരിഞ്ഞിട്ടാൽ മതിയേ. 2 തണ്ട് കറിവേപ്പില. അപ്പോൾ ആ കറിവേപ്പില കറക്കിയെടുത്തതിൻ്റെ ബാക്കി ഇരുന്നതാണ് എടുത്തത്. ഇനി ചെന്ന് പറിച്ചുകൊണ്ട് വരണം. അപ്പോൾ ഉള്ളത് അങ്ങോട്ട് ഇട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി ഒരല്പം മുളക് പൊടി. ഇത് പിരിയൻ മുളകിൻ്റെയും നമ്മുടെ എരിവെള്ള മുളകും കൂടെ പൊടിയാണിത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിക്കാം. വെള്ളം കുറച്ചൊഴിച്ചാൽ മതിയേ. ഇതിൽ നിന്ന് വെള്ളം വരും ഞണ്ടിന്നേ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. കുറച്ച് ഉപ്പിട്ടാൽ മതിയേ. ഞാനിപ്പോൾ ഇതിൽ ഉപ്പ് പൊടിയാണ് ഇട്ടേക്കണത്. ഇനി നമുക്കിത് അടപ്പത്ത് വെക്കാം. മൂടി വെച്ച് വേവിക്കാം. അപ്പം ഞണ്ട് മേടിക്കുമ്പം എപ്പോഴും ശ്രദ്ധിച്ചേ മേടിക്കാവുള്ളൂ. ഞണ്ടിലൊന്ന് പിടിച്ച് നോക്കിയിട്ടേ മേടിക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു ചീനിച്ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടാവട്ടെ. അപ്പോൾ നമുക്ക് പിടിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റില്ല. ഇതിപ്പം മോനാണ് മേടിച്ചുകൊണ്ട് വന്നത്. മക്കൾക്കറിയില്ലല്ലോ അത് ഞണ്ടിൻ്റെ എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യം. അപ്പം ഇങ്ങനെ അവിടെ ഇരിക്കുന്ന കണ്ടപ്പോൾ ഇങ്ങനെ മേടിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ അത് എണ്ണയൊക്കെ ചൂടായി വരുന്നുണ്ട്. അപ്പം ഞാനിവിടെ ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത്.
ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളിയും ഉണ്ട്, ഒരു 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ചെറുതാക്കി അരിഞ്ഞതാണ്. ഇത് ഒരു 3 പച്ചമുളക്, ഒരു പിടുത്തം ചുവന്നുള്ളി. ഇനി ഇത് നല്ലതുപോലെ മുരിച്ചെടുക്കണേ. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. നല്ലപോലെ ചുവന്ന് വരണം. അപ്പോൾ ഉള്ളിയൊക്കെ വാടി തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. ഞാനിപ്പോൾ ഇവിടെ തീ കുറച്ച് വെച്ചാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ആ കറിവേപ്പില കയ്യിൽ വെച്ചൊന്ന് ഞെരടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല മണം കിട്ടുമേ. ഇപ്പം കറിവേപ്പില പറിക്കുന്നതിന് തോട്ടിയൊക്കെ വേണം. നേരത്തെ നമുക്ക് കൈ എത്തിച്ച് പറിച്ചെടുക്കാമായിരുന്നു. ഇപ്പം മരം അങ്ങോട്ട് വളർന്നു പോയി, പൊക്കം വെച്ച് നല്ലതുപോലെ. അതേ നമ്മുടെ സവാളയല്ല, ചുമന്നുള്ളിയൊക്കെ നല്ലതുപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് ഗരം മസാല, ഒരു നുള്ളേ ഇട്ടിട്ടുള്ളൂ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി. ഇതും കൂടെ ഇട്ട പച്ചമണം മാറുന്ന വിധം ഒന്ന് ഇളക്കി കൊടുക്കണേ. ഒത്തിരി അങ്ങോട്ട് കരിഞ്ഞൊന്നും പോവണ്ട. കരിഞ്ഞു പോകാന്ന് വെച്ചാൽ മൂത്ത് പോവണ്ട. അപ്പോൾ അതേ മുളകൊക്കെ നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. മുളകും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും 1 നുള്ള് ഗരം മസാലയും. ഇനി നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ഞണ്ടും കൂടെ ഇട്ട് കൊടുക്കാം. കണ്ടോ, അതിൽ തൊടുമ്പോൾ തന്നെ അതിൻ്റെ ആ തോലങ്ങോട്ട് പൊട്ടിപ്പോകുന്നത് കണ്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും കൈകൊണ്ട് ഞെക്കി നോക്കിയിട്ടേ മേടിക്കാവുള്ളൂ. ഇനി നല്ലതുപോലെ ഇളക്കി കൊടുക്കണേ. ഇനി ചെറുതീ കിടന്ന് ആ വെള്ളമൊക്കെ നല്ലതുപോലെ ഒന്ന് വറ്റി നല്ലതുപോലെ ഫ്രൈ ആവട്ടെ. അപ്പം ഞണ്ട് കിട്ടുമ്പം ഇങ്ങനെ ഒരു ഞണ്ട് ഫ്രൈ ഉണ്ടാക്കാൻ മറന്നു പോകരുതേ. അപ്പം നമ്മുടെ ഞണ്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല രുചിയുണ്ട്. പിന്നെ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.